My dear students, once again welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 കൊമേഴ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ആ ഒരു ചാപ്റ്ററിലെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ 4 എപ്പിസോഡായിട്ട് ഒരു പാഠം, ഒന്നാമത്തെ പാഠം അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒരു എസൻസ്, രത്ന ചുരുക്കമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷൻ. ഈ ഡിസ്കഷൻ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിന് വേണ്ടി ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഇൻബോക്സിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവവും അതിൻ്റെ സവിശേഷതകളും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. അപ്പം ഡെഫിനിഷൻ ഒരുപാട് മാനേജ്മെൻറ്റ് വിദഗ്ധർ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ 2 പേരുടെ, ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. 2 പേരുടേതാണ് പറയുന്നത്. ഒന്ന് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഡെഫിനിഷൻ: മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. ഒരു സ്ഥാപനത്തിലെ ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണല്ലോ മാനേജ്മെന്റ് എന്നൊരു പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആളുകൾ, ജോലിക്കാരും സ്റ്റാഫൊക്കെ ഉണ്ടാവും. ആ സ്റ്റാഫിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ട് അതിൻ്റെ നേട്ടം സ്ഥാപനത്തിന് കൈവരിക്കുകയും ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഇതൊരു കല ആയിട്ട് മേഡം പറയുന്നു. ഒരു കലയാണെന്നും ആ ഒരു കലാപരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് എന്നുകൂടി മേഡം പറയുന്നു. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ജനറൽ മാനേജ്മെന്റിന്റെ ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹെൻറി ഫയോൾ എന്താണ് പറഞ്ഞത് നോക്കാം. മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഡെഫിനേഷനിൽ പറയുന്നത്, മാനേജ്മെന്റ് എന്നത് ആദ്യം ഒരു സംഗതി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ മാനേജ്മെന്റ് എന്ന ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്, പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം അവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃത്യമായ ഒരു ലക്ഷ്യം വയ്ക്കുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞാൽ അതിലെ മെമ്പേഴ്സിന് കമാൻഡ് കൊടുക്കുന്നു. പിന്നെ മൊത്തം എല്ലാ വിഭാഗത്തിനെയും ഒരുമിച്ചാക്കിക്കൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരു ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നു. കൂടാതെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം ചേർന്നാൽ, ഈ കാര്യങ്ങളെല്ലാം ചേർന്നാൽ മാനേജ്മെന്റ് ആയി എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം, അദ്ദേഹം ജനറൽ മാനേജ്മെന്റ് അതിൻ്റെ ഫാദറാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇതിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട വാക്കുകൾ പരിചയപ്പെടാൻ പോവാണ്. അതിലൊന്ന് പ്രോസസ്സാണ്, 2 ഇഫക്റ്റീവ്നെസ് ആണ്, 3 എഫിഷ്യൻസിയാണ്. അപ്പം പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ഹെൻറി ഫയോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് കുറേ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്. ഇത് എല്ലാം ഓരോ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതൊരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ ആയിട്ട് മാറുന്നത്. അപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ പ്രവർത്തനമല്ല, ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമാണ്. അതുകൊണ്ട് അതിനെ പ്രോസസ്സ് എന്ന് പറയും. ഇനി രണ്ടാമത് പരിചയപ്പെടേണ്ട ഒരു ടെക്നിക്കൽ വേർഡ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ്നെസ് ആണ്. എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് നമുക്ക് നോക്കാം. ഒരു കാറ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി, ഇപ്പോൾ മാരുതി എന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ ഒരു കമ്പനി 1000 കാറുകൾ ഒരു മാസം കൊണ്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. 1000 കാറുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഒരു കാറിന് 10 ലക്ഷം രൂപയാണ് അവർ ചെലവ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ആവാൻ പാടില്ല. ഒരു മാസത്തിനുള്ളിൽ നിർമ്മിക്കണം. ആ ഒരു മാസത്തിനുള്ളിൽ കാറ് നിർമ്മിച്ചു കഴിഞ്ഞു. പക്ഷേ 10 ലക്ഷത്തിൽ കൂടുതൽ പണം അതിന് ചെലവായി. അങ്ങനെ ഉൽപാദനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇഫക്റ്റീവ്നെസ് എന്നാണ്. എന്നാൽ എഫിഷ്യൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ 1000 കാറുകൾ ഒരു മാസം കൊണ്ട് നിർമ്മിക്കുകയും പക്ഷേ ആ കാറിന് എത്രയാണോ നേരത്തെ ഉദ്ദേശിച്ച ചെലവ്,
ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ഒരു കാറിനെങ്കിൽ 10 ലക്ഷം രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ കൃത്യമായ സമയത്തിനുള്ളിൽ കൃത്യമായ തുക ചെലവഴിച്ച്, അതായത് ഓവർ റിസോഴ്സ് ഇല്ലാതെ കൃത്യമായ റിസോഴ്സ് ചെലവഴിച്ചാണ് അവിടെ ഉൽപ്പാദനം നടന്നതെങ്കിൽ അതിന് എഫിഷ്യൻസി എന്ന് പറയും. അപ്പോൾ ഇഫക്റ്റീവ്നെസ് എന്നതും എഫിഷ്യൻസിയും ഇത് രണ്ടും ഒരു ബിസിനസ്സിന് ആവശ്യമായി. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു കോയിൻ്റെ, ഒരു നാണയത്തിൻ്റെ 2 ഭാഗങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ എഫിഷ്യൻസിയും വേണം, ഇഫക്റ്റീവ്നെസ്സും വേണം. അപ്പോൾ 3 വാക്കുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് 7 എണ്ണമാണ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. അതിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഇത് നമ്മൾ വിശദമായി നേരത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നതിന് പോകുന്നില്ല. ജസ്റ്റ് ഒരു പരീക്ഷ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം പറയും. അതിലൊന്ന് 7 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത്, മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്. മാനേജ്മെന്റ് എപ്പോഴും എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും മാനേജ്മെന്റ് ഉണ്ട്. ഒരു സ്ഥാപനത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്, മാനേജ്മെന്റ് സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നത്. മൂന്നാമത്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഡയമെൻഷൻ 3 ഒന്ന്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട്. 2, മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്. 3, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിനെ വീണ്ടും നമ്മൾ 3 ഡയമെൻഷനിലേക്ക് തിരിക്കുകയാണ്. അത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഈ 3 സംഗതികൾ 3 ഡയമെൻഷനിലേക്ക് പോവുകയാണ്. ഇനി 4മത്തത്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അവിടെ ആരോ മാർക്ക് കൊടുത്തുകൊണ്ടാണ് ഒരു മാനേജ്മെന്റ് എന്ന് നമ്മൾ എഴുതുന്നത്, അതിന്റെ ഫംഗ്ഷൻ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതൊരിക്കലും അവസാനിക്കാത്ത പ്രവർത്തനമാണ്. ഇനി അടുത്തത്, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനമല്ല, ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് മാനേജ്മെന്റ് എന്നൊരു പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു കമ്പനിയിലാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാവും, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാവരും ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതിന് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയാം. പിന്നെ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെന്റ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. എന്താണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും? സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അത് നിശ്ചലമായിട്ട് നിൽക്കുന്നതാണ്. ഡൈനാമിക് എന്ന് പറയുന്നത് അതെപ്പോഴും പ്രവർത്തനക്ഷമമാണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിശ്ചലമായി നിൽക്കേണ്ടതല്ല, അത് പ്രവർത്തന സജ്ജമായി നിൽക്കേണ്ടതാണ്, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ മാനേജ്മെന്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെന്റിനെ നമുക്ക് നേരിട്ട് കാണാനോ തൊടാനോ മണക്കാനോ ഒന്നും കഴിയില്ല. അത് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം കൃത്യമായി മാനേജ് ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനോ തൊടാനോ ഒന്നും തന്നെ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1, 2, 3, 4, 5, 6, 7 ഈ 7 പോയിന്റുകൾ മനസ്സിൽ കൃത്യമായിട്ട് വെച്ചേക്കണം. ഒരു എസ്സേക്ക് ആവശ്യമായ സംഗതി ഇതിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവാണ്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്ന്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവാണ്. 2, സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. 3, പേഴ്സണൽ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഒരു മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേക്കണം 3 എണ്ണമാണ്. ഈ 3 ഒബ്ജക്റ്റീവുകളാണ് ഒരു മാനേജ്മെന്റിന് ഉള്ളത്. ഇനി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവില്, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവില് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. 1, ബിസിനസ് സർവൈവ് ചെയ്യണം. 2, അതിന് പ്രോഫിറ്റ് ഉണ്ടാകണം. 3, അതിന് ഗ്രോത്തും എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റും ഉണ്ടാകണം. ഇതാണ്
ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ബിസിനസ് ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, സോ ഇറ്റ് ഷുഡ് കൺസിഡർ ദെയർ ഫീലിംഗ് ആൾസോ. ഒരു ബിസിനസ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പം ബിസിനസ്സുകാരന്റെ താല്പര്യം അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന്റെ താല്പര്യം മാത്രം നോക്കിയല്ല ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമൂഹത്തിലുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് സമൂഹത്തെ കൂടി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിലൊന്ന്, സൊസൈറ്റിയുടെ എഗെയിൻസ്റ്റ് ആയി വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണം. സൊസൈറ്റിക്ക് എതിരായിട്ട് വരുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. 2, ആക്ട് അക്കോർഡിംഗ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ ഇൻട്രസ്റ്റ്, താല്പര്യത്തിനനുസരിച്ച് കൂടിയായിരിക്കണം നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. പ്രൊവൈഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്. എപ്പോഴും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ വിൽക്കാനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും പാടുള്ളൂ. പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ പരമാവധി സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇനി അടുത്തതായിട്ട് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് ആൻഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ്സിലെ ഒരു വ്യക്തിക്ക് അയാളുടേതായ ചില ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചില ലക്ഷ്യങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ ബിസിനസ്സിനും ലക്ഷ്യങ്ങളുണ്ടാവും. ഈ 2 ലക്ഷ്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാക്കണം. നമ്മൾ ത്രാസ് കണ്ടിട്ടുണ്ടാവും. ത്രാസിന്റെ 2 ഭാഗവും ഒരേപോലെ നിൽക്കുന്ന സമയത്താണ് അത് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്. ഒന്നിൽ വെയിറ്റ് കൂടുതൽ വെക്കുന്ന സമയത്ത് അത് താഴേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൂടുതലാവാതെ വ്യക്തിയുടെ ലക്ഷ്യവും ഓർഗനൈസേഷന്റെ ലക്ഷ്യവും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ മാനേജ്മെന്റിൽ കഴിയണം. ഇനി ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ആർ സാലറി, സ്റ്റാറ്റസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പം അദ്ദേഹത്തിന് ആവശ്യമായ സാലറി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ എന്താണോ ന്യായമായ സാലറി കൊടുക്കണം, ആ ഒരു സ്റ്റാറ്റസ് അദ്ദേഹത്തിന് ഉണ്ടാകണം. പിന്നെ ആ ബിസിനസ്സുകാരിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കൊക്കെ തന്നെ എല്ലാവർക്കും എന്തുണ്ടാവണം, ഡെവലപ്മെന്റ് ഉണ്ടാകണം. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് അവർ അതിൽ വൈദഗ്ധ്യം സൃഷ്ടിച്ച ആളുകളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇനി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ പോയിന്റുകൾ മാത്രം എടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ നടത്തുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും. ഇങ്ങനെ പറയും, ഒരു സയൻസ് വിദ്യാർത്ഥി പറയുന്നു മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും പറയും. ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് പറയേണ്ടത് ആ കുട്ടി പറയുന്നത് തികച്ചും തെറ്റാണ്, അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇൻകറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്നൊരു ഉത്തരവുണ്ട്. അതാണ് കമന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കമന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറയണം. എത്രയും കാര്യങ്ങളാണ്? 1, 2, 3, 4, 5 കാര്യങ്ങൾ. അപ്പോൾ 5 ഇമ്പോർട്ടൻസ് ആണ് മാനേജ്മെന്റിനുള്ളതെന്ന് നിങ്ങൾ പറയണം. 1, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ എന്താവശ്യമാണ്? മാനേജ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ചില സ്കൂളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില പ്രിൻസിപ്പൾ വന്ന സമയത്ത്, ഒരു പ്രിൻസിപ്പളുള്ള സമയത്ത് നല്ല ഗംഭീരമായിട്ട് സ്കൂൾ മുന്നോട്ട് പോകുന്നു, നല്ല റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു, നല്ല ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷേ ഈ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്തൊരു പുതിയ ആൾ വന്നു, ഒരുപക്ഷെ എന്ത് ചെയ്യും? ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അവിടെ ആ ഗ്രൂപ്പിന്റെ ഗോളിനെ അറ്റൈൻ ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് എഫിഷ്യൻ്റായ എഫക്റ്റീവായ മാനേജ്മെന്റ് ആയിരിക്കണം. ഇനി രണ്ടാമത്, മാനേജ്മെന്റ് ഇൻക്രീസ് എഫിഷ്യൻസി. ഒരു സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ മാനേജ്മെന്റിന് കഴിയുള്ളൂ. നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ എഫിഷ്യൻസി വർദ്ധിക്കും. 3, മാനേജ്മെന്റ് ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും നിശ്ചലമായിട്ട് നിൽക്കേണ്ടതല്ല. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, മാനേജർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ബിസിനസ് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ അവിടെ ഡൈനാമിക് ഓർഗനൈസേഷനായിട്ട് ആ ബിസിനസ്സിനെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഡൈനാമിക് ആവണമെങ്കിൽ മാനേജ്മെന്റ് ആവശ്യമാണ്. ഇനി മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഈ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവോടൊപ്പം തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് കൂടിയുണ്ട്. ഒരു വ്യക്തി ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കൂടി നിറവേറ്റപ്പെടുന്ന തരത്തിലായിരിക്കണം ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഇനി മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ റിസോഴ്സ് ഉപയോഗിച്ച് ആണ് ഒരു ബിസിനസ് നടക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ റിസോഴ്സ് ഉപയോഗിച്ച് ബിസിനസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റിക്കും എന്തുണ്ടാവണം? ഇതുകൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാകണം. അപ്പോൾ സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ആ സ്ഥാപനത്തിൽ റിസോഴ്സസ്
എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് 5 കൃത്യമായിട്ട് മനസ്സിൽ ഓർക്കുക. ഇനി നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യൂ ആണ്. 3 ആണ്. ഈ വ്യൂ എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റിനെ കാണാവുന്നതാണ്. ഒന്ന്, ഒരു ആർട്ടിനെ പോലെയാണ്, ഒരു കലയെ പോലെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. 2, അത് സയൻസ് പോലെയാണെന്ന് പറയാം. 3, പ്രൊഫഷൻ പോലെയാണെന്ന് പറയാം. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം അവിടെ ഉണ്ടാവും. സയൻസ് ആസ് ആൻ ആർട്ട് കമൻറ്റ്, അല്ലെ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ സയൻസ് പോലെയാണെന്ന് പറയുന്നത്, അപ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷൻ പോലെയാണെന്ന് പറയുന്നത്, ആർട്ട് പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന ചോദ്യമാണ് വരുന്നതെങ്കിൽ ഒരു ആർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നും ആ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്നതാണ്, ഇത് എല്ലാം മാനേജ്മെൻറ്റിലുണ്ട്, അതുകൊണ്ട് ഇത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ട് പോലെയാണ്. അതുപോലെ സയൻസിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ ക്യാരക്ടറിസ്റ്റിക്സ് അതെടുത്ത് പറഞ്ഞുകൊണ്ട് അതും എല്ലാം ഇതിലുള്ളത് കൊണ്ട് അതുപോലെയാണെന്ന് പറയാം. അപ്പോൾ പ്രൊഫഷനും അങ്ങനെ പറയാം. ഇപ്പം ഇനി നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാം. ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എണ്ണമാണ്. 5-ൽ കൂടുതലുണ്ട്, നമുക്ക് ആവശ്യമായിട്ട് 5 എണ്ണമാണ്. 1, പ്രാക്ടിക്കൽ നോളജ്, പ്രായോഗികമായ അറിവ് ആവശ്യമാണ് ആർട്ടിന്. 2, പേഴ്സണൽ സ്കില്ല്, ഒരു കല അഭ്യസിക്കുന്ന ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കലയിലുള്ള അല്ലെങ്കിൽ ആ ഡാൻസിലുള്ള ഒരു നൈപുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് വിദഗ്ധനാവണമെങ്കിൽ അയാൾക്ക് അതിൽ എന്തുണ്ടാവണം? സ്കില്ലുണ്ടാവണം. അതുപോലെ തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഒരു കല എന്ന് പറയുന്നത് ഒരു റിസൾട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. ഇനി ക്രിയേറ്റിവിറ്റി, ക്രിയാപരത എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഏതെങ്കിലും ഒരു രംഗം അവതരിപ്പിക്കുന്നു, ഇതേ രംഗം തന്നെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ 3 പേരും ഒരേ രംഗം ഒരേ കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചാലും അതിൽ വ്യത്യസ്തതയുണ്ടാവും. ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ആ ഓരോ വ്യക്തികളുടെയും ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആർട്ടിലുണ്ട്, അതുപോലെ തന്നെ എന്തിലുണ്ട്? മാനേജ്മെൻറ്റിലുണ്ട്. പിന്നെ പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. ഒരു കല നമ്മൾ അഭ്യസിച്ച് തുടങ്ങിയിട്ട് പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നല്ല ഗായകരൊക്കെ തന്നെ സാധകം ചെയ്യുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നർത്തകിമാരൊക്കെ തന്നെ വീട്ടിൽ നിന്ന് അവർ ഡാൻസ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നൊരു പ്രോസസ്സ് കൂടിയാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും മാനേജ്മെൻറ്റിലുള്ളത് കൊണ്ട് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് നമുക്ക് പറയാം. അപ്പം മാനേജ്മെൻറ്റ് ആർട്ട് പോലെയാണെന്ന് പറയാൻ കാരണം ഈ 5 കാര്യങ്ങളും ആർട്ടിനുണ്ട്, അതുപോലെ തന്നെ ഇതെന്തിനുമുണ്ട്? മാനേജ്മെൻറ്റിനുമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇനി മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രം പോലെയാണെന്ന് പറയുമ്പോൾ ഒരു സയൻസിന് ഉണ്ടായിരിക്കേണ്ട ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തുണ്ടാവണം? ആർക്കും ഉണ്ടാവണം? മാനേജ്മെൻറ്റിനും ഉണ്ടാവണം. നോക്കൂ, ഫീച്ചേഴ്സ് ഓഫ് സയൻസ്. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ശാസ്ത്രത്തിന് നിങ്ങൾ നോക്കിയാൽ മതി, ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി, അതിന് കൃത്യമായ ബുക്കുകൾ അതിനുണ്ട് കുട്ടിക്ക് പഠിക്കാനായിട്ട്. അത് ചെറിയ ക്ലാസ് മുതൽ PhD പോസ്റ്റ് PhD ലെവൽ വരെ പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളും റിസർച്ച് ചെയ്യാനുള്ള സംവിധാനവും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്തിനുണ്ട്? സയൻസിനുണ്ട്. അതുപോലെ തന്നെ ആർക്കുമുണ്ട്? നമ്മുടെ മാനേജ്മെൻറ്റിനും. മാനേജ്മെൻറ്റ് വിദഗ്ധന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MBA ഒക്കെ പഠിക്കുന്നു, BBA പഠിക്കുന്നു, BBM പഠിക്കുന്നു. ഇതെല്ലാം പഠിക്കുന്നത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എക്സ്പെരിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്? നിരീക്ഷണങ്ങളിലൂടെയാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഒരു വസ്തു ഭൂമിയിലേക്ക് വീഴുമ്പോൾ അതൊരിക്കലും മുകളിലേക്ക് പോകുന്നില്ല, അത് താഴേക്ക് വരുന്നു.
കാരണം എന്താണ്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നു. ഇത് ഗുരുത്വാകർഷണ സിദ്ധാന്തമാണ്. ആ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി തിയറി എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അത് ആ ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എക്സ്പെരിമെൻറ്റേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലാണെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ തൊഴിൽ വിഭജനം എന്ന് പറയുന്ന ഒരു പ്രോസസ്. നമുക്കൊരു 50 പേര് ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. ആ 50 പേരെയും ഒരേ ജോലിയിൽ നിർത്തുന്നതിന് പകരമായിട്ട് 5 ജോലികളുണ്ടെങ്കിൽ 5 ആയിട്ട് അതിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ വെച്ചുകൊണ്ട് തൊഴിൽ വിഭജനം നടത്തിയിട്ട് പ്രവർത്തനം നടക്കുമ്പോൾ കൃത്യമായിട്ട് ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളും എന്തിൻ്റെ ഭാഗമായിട്ടാണ്? എക്സ്പെരിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇനി യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇപ്പോൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ഗ്രാവിറ്റി തിയറി എന്ന് പറയുന്നത് ഗ്രാവിറ്റി തിയറി തന്നെയാണ്. അവിടെ ഒക്കെ തന്നെ ഈ ഒരു വസ്തു താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് താഴോട്ട് തന്നെയാണ് വരിക. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ തത്വവും ലോകത്ത് എവിടെയും നമുക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റും. ഇതൊന്നു മാത്രമല്ല, ഏത് പ്രിൻസിപ്പിൾസും പ്രയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്, ലോകത്ത് എവിടെയും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മൂന്നുമുള്ളത് കൊണ്ട് ഇത് സയൻസ് പോലെയാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ മൂന്നും സയൻസിൻ്റെ ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം ആർക്കുമുണ്ട്? മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറയാം. ഇതും ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാണുന്ന ചോദ്യമാണ്. ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും എടുത്ത് വിശദീകരിച്ചതിന് ശേഷം ഇത് മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് മാനേജ്മെൻറ്റ് സയൻസ് പോലെയാണെന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്ന റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് നമുക്ക് പറയാം. എ പ്രൊഫഷൻ ഈസ് എൻ ഓക്യുപ്പേഷൻ എസ്പെഷ്യലി വൺ റിക്വയറിങ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ ട്രെയിനിങ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ +1 കൊമേഴ്സിൽ 1ാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കുക. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇക്കണോമിക് ആക്ടിവിറ്റിയും 2 നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയും. ആ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയെ വീണ്ടും നമ്മൾ 3 ആയിട്ട് തിരിച്ചിരുന്നു. ആ 3 ആയിട്ട് തിരിച്ചത് 1 പ്രൊഫഷനാണ്, 2 എംപ്ലോയ്മെൻ്റ് ആണ്, 3 ബിസിനസ്സാണ്. ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് പ്രൊഫഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷനാണ്. അത് ചെയ്യണമെങ്കിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് നോളജും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ തന്നെ വേണം. അപ്പോൾ അത് അത്തരം ഒരു പിന്നെ നോൺ എക്കണോമിക് അത്തരം ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷൻ ഈസ് എൻ ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ആൻഡ് എൻട്രി ഈസ് റെഗുലേറ്റഡ് ബൈ എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. അപ്പോൾ ഇതിൽ അംഗമാകണമെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അംഗമാകുന്ന ഒരാൾക്ക് മാത്രമേ ഒരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രിയിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ട്രെയിനിങ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി ഒരു മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണോ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഒന്ന് സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. എന്ന് പറഞ്ഞാൽ ആ ഒരു രംഗത്ത് ഒരു പ്രൊഫഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അഡ്വക്കറ്റ് ആണെങ്കിൽ ആ അഡ്വക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായ സ്പെഷ്യലൈസ്ഡ് നോളജ് അയാൾ നേടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ LLB കഴിഞ്ഞിരിക്കണം. ഇനി റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. അപ്പോൾ ബാർ അസോസിയേഷൻ എന്നാണ് ഈ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡിയുടെ പേര്. അതിൽ അംഗമാകണമെങ്കിൽ LLB കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ അയാൾക്ക് ചെയ്യാൻ പറ്റൂ. LLB കഴിയാതെ BA എടുത്തുകൊണ്ട് ഒരാൾ അതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഒരു പ്രൊഫഷണൽ ബോഡിയുടെ എൻട്രി എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷണൽ അസോസിയേഷൻ. ഈ പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന, ഏതൊരു പ്രൊഫഷനും ഒരു സംഘടന IMA എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇപ്പോൾ ബാർ അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ പ്രൊഫഷന് ഉണ്ടാകും. ഇനി 4ാമതായിട്ട് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ പെരുമാറ്റച്ചട്ടം. ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അംഗമായ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായിട്ട് പെരുമാറ്റച്ചട്ടം ഉണ്ടാകും. എന്താണ് പെരുമാറ്റച്ചട്ടം? ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന കാര്യങ്ങളൊക്കെ ഡൂസ് ആണ്, ഇന്നെല്ലാം ഡോൺസ് ആണ്. ഡൂസ് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഡോൺസ് ചെയ്യാൻ പാടില്ല. അതാണ് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത്. ഇനി സർവീസ് മോട്ടീവ്. എന്താ സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത്? ഈ നമ്മളൊരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെറും പണത്തിന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, അയാൾ ഒരു സേവനം കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മൾ രാത്രി വിളിക്കാൻ ചെന്നു,
നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ 2 മണിക്ക് നമുക്കൊരു അസുഖമാണ്, സ്വാഭാവികമായിട്ടും ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വരണം. കാരണം എന്താണ്, പ്രൊഫഷനിലെ ഒരു ഫീച്ചറാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സേവന സന്നദ്ധരായിരിക്കുക എന്ന് പറയുന്നതും ഈ പ്രൊഫഷൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ പറയുന്ന 5 ഫീച്ചേഴ്സും എന്തിനുമുണ്ട്, മാനേജ്മെൻറ്റിനുള്ളത് കൊണ്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ പോലെയാണെന്ന് പറയാം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ വ്യൂസ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് 1 സയൻസിനെ പോലെയാണ്, 2 കലയെ പോലെയാണ്, 3 പ്രൊഫഷനെ പോലെയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ 3 വെച്ചുകൊണ്ടായിരിക്കും ഒരു എസ്സേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല, ഇതും ഉണ്ടാകും. അതോടൊപ്പം തന്നെ എൻ്റെ പഴയ എപ്പിസോഡുകൾ നിങ്ങളൊന്ന് കാണണം. ഇനി അടുത്തതായിട്ട് ഈ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. 1 ടോപ്പ് ലെവലാണ്, 2 മിഡിൽ ലെവലാണ്, 3 ലോവർ ലെവലാണ്, അല്ലെങ്കിൽ ലോ ലെവൽ, ലോവർ ലെവൽ, ഓപ്പറേഷൻ ലെവൽ എന്നൊക്കെ പറയും. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചു. ഇത് ഏറ്റവും ടോപ്പിലുള്ള മാനേജ്മെന്റ്, ഇത് തൊട്ട് താഴെ, ഇത് അതിൻ്റെ താഴെ. അപ്പോൾ ഇങ്ങനെ 3 ആയിട്ട് തിരിക്കാം. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, മിഡിലുണ്ട്, അതുപോലെ തന്നെ ലോ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. ഇനി ഇതോരോന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്? ടോപ്പ് ലെവൽ മാനേജർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള മാനേജ്മെന്റിനെയാണ് ടോപ്പ് ലെവൽ എന്ന് പറയുക. അതിന് ഉദാഹരണമായിട്ട് കുറച്ച് പേരിവിടെ കൊടുത്തിട്ടുണ്ട്. 1 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, 2 ചീഫ് എക്സിക്യൂട്ടീവാണ്, 3 പ്രസിഡന്റ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ CEO നിങ്ങൾ കേട്ടണം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുപോലെ തന്നെ പ്രസിഡന്റ്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഈ ടോപ്പ് ലെവലിൽ വരുന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഓണർ അല്ലെങ്കിൽ ഷെയർ എടുത്തിരിക്കുന്ന ആളുകളോട് ഏറ്റവും അടുത്ത് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ആളുകളാണ്, മാനേജ്മെന്റ് ലെവലാണ് ഇത്. മേജർ ഡിസിഷൻസ് മേക്കിംഗ് അതോറിറ്റി. ഒരു സ്ഥാപനത്തിന്റെ മേജർ ഡിസിഷൻസ് എടുക്കുന്നത് ഇവരായിരിക്കും. അതാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ഇനി നമ്മൾ അവരുടെ ഫംഗ്ഷനിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ ആ എപ്പിസോഡിലേക്ക് പോയിട്ട് കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി മിഡിൽ ലെവൽ മാനേജർ ആരൊക്കെയാണ്, അവരുടെ അതൊന്നും നോക്കാം. നോക്കൂ, മിഡിൽ ലെവൽ എന്ന് പറഞ്ഞാൽ നടുക്ക് വരുന്നതാണ്. ഇൻക്ലൂഡ്സ് വേരിയസ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ലൈക്ക് മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ എക്സെട്ര. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും. 1 പ്രൊഡക്ഷൻ, 2 മാർക്കറ്റിംഗ്, 3 ഫിനാൻസ്, 4 ഹ്യൂമൻ റിസോഴ്സ്. ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ്, 5, 6, 7 ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഒരു കമ്പനിക്ക്. ആ ഡിപ്പാർട്ട്മെന്റിനൊക്കെ തന്നെ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡുമാരെയാണ് നമ്മൾ എന്താ പറയുന്നത്, മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ മാത്രം നമുക്ക് എന്താ പറയാം, മിഡിൽ ലെവൽ. അപ്പോൾ മിഡിൽ ലെവൽ മാനേജർ ഓർമ്മിച്ചിരിക്കാൻ സുഖമാണ്. ആരൊക്കെയാണ് എന്ന് പറഞ്ഞത്, 1 ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ, പിന്നെ മാർക്കറ്റിംഗിന്റെ മാനേജർ, അതുപോലെ പ്രൊഡക്ഷന്റെ മാനേജർ, ഹ്യൂമൻ റിസോഴ്സിന്റെ മാനേജർ. ഇവരെല്ലാം ഈ നടുക്ക് വരുന്ന മാനേജേഴ്സാണ്. ഇനി 3ാമതായിട്ട് പറഞ്ഞിരിക്കുന്ന മാനേജർ ലോവർ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ, അതുമല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ. അപ്പോൾ ഇവർക്ക് പറയുന്ന പേര് 3 പേര് പറയും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1 വേർഡ് ഇന്ന് വരും. എങ്ങനെയാണ്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ഗിവ് റീസൺ. എന്നിട്ട് ഓപ്പറേഷൻ ലെവൽ, ലോ ലെവൽ, ലോവർ ലെവൽ, അണ്ടർ ലെവൽ, ഇങ്ങനെ 4 എണ്ണം തന്നിട്ട് ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർ ലെവൽ എടുത്ത് മാറ്റിയിട്ട് ഓൾ അതേഴ്സ് ആർ ലോ ലെവൽ മാനേജേഴ്സ്, അല്ലെ ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയണം. അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ് ഫോർമാൻ, സൂപ്പർവൈസർ, സെയിൽസ് ഓഫീസേഴ്സ് ആൻഡ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ്. ഇത് എ കോളം ബി കോളമായിട്ട് വരും. അപ്പോൾ എ കോളത്തിൽ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് വരുന്നു, ബി കോളത്തിൽ ഫോർമാൻ എന്ന് വരുന്നു. ഏതെങ്കിലും ബി കോളത്തിൽ 5 എണ്ണം ഉണ്ട്, അതിലൊന്ന് ഫോർമാനാണ്. ഉടനെ എടുത്ത് ഇതിന്റെ നേരെ എഴുതിക്കൊള്ളണം. അക്കൗണ്ട്സ് ഓഫീസറാണ് വരുന്നത്, അത് എഴുതിക്കൊള്ളണം. അപ്പം ലോവർ ലെവൽ മാനേജറിൽ വരുന്നത് പ്രധാനമായിട്ടും 1 സൂപ്പർവൈസറാണ്, 2 സെയിൽസ് ഓഫീസറാണ്, 3 ഫിനാൻസ് ഓഫീസറാണ്, 4 അക്കൗണ്ട്സ് ഓഫീസറാണ്. അപ്പോൾ ഈ ലെവലിൽ വരുന്ന ആളുകളൊക്കെ തന്നെ ലോവർ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ, അതുമല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റ് എന്നാണ് പറയുക. അപ്പം
3 തരം മാനേജ്മെൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലായി. ആ 3 തരവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 ടോപ്പ് ലെവലാണ്, 2 മിഡിൽ ലെവലാണ്, 3 ലോവർ ലെവലാണ്. ടോപ്പ് ലെവൽ വന്നിരിക്കുന്നത് CEO, MD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രസിഡന്റ് എക്സെട്ര. എന്നാൽ മിഡിൽ ലെവൽ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, ഫിനാൻസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ. അവരെല്ലാവരും ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് അല്ല, മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ്. ഇനി ഏറ്റവും താഴേക്ക് വരുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. അതിൽ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫോർമാൻ ആവാം, സൂപ്പർവൈസർ ആവാം, സെയിൽസ് ഓഫീസർ ആവാം, ഫിനാൻസ് ഓഫീസർ ആവാം, അക്കൗണ്ട്സ് ഓഫീസർ ആവാം. ഇവരൊക്കെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ടച്ച് വിത്ത് വർക്കേഴ്സ്, തൊഴിലാളികളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകേണ്ട, ഏറ്റവും അടുത്ത് പെരുമാറേണ്ട ആളുകളാണ് ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന കാര്യം ഓർമ്മിച്ച് വെക്കണം. ഇനി മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഈ ലോവർ ലെവൽ മാനേജ്മെന്റും ടോപ്പ് ലെവൽ മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റും ടോപ്പ് ലെവൽ മാനേജ്മെന്റുമായിട്ടുള്ള ലിങ്ക് ആണ്. ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്, ആര് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 എണ്ണമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. ഇതിന്റെ ഫംഗ്ഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ഇത് ചിലപ്പം ഒരു ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി വരും. ഒരു ഡയഗ്രാം വരച്ചുകൊണ്ട് എഴുതാനായിരിക്കും വരുന്ന 2 മാർക്കോ 3 മാർക്കോ ഒക്കെ ചിലപ്പോൾ വരും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ച്, ഒരു റൗണ്ട് വരച്ചിട്ട് അതിൽ ആരോ മാർക്ക് അങ്ങനെ കൊടുക്കുക. ആരോ മാർക്ക് കൊടുത്തുകൊണ്ട് 1 ഒരു ഭാഗത്ത് പ്ലാനിങ്, 2 ഓർഗനൈസിങ്, 3 സ്റ്റാഫിങ്, 4 ഡയറക്റ്റിങ്, 5 കൺട്രോളിങ്. കോർഡിനേഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ ഫംഗ്ഷനായിട്ട് പറയാറില്ല. മാനേജ്മെന്റ് ഫംഗ്ഷൻ ശരിക്ക് 5 എണ്ണമാണ്. പക്ഷെ എന്നാലും ഒന്നുകൂടി ഉണ്ട്, അത് ഇതിന് കൂടെ നമ്മൾ പറയാറില്ല. ഇങ്ങനെ വരച്ചാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഫംഗ്ഷൻ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്നൊരു പ്രവർത്തനം ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഈ 5 കാര്യങ്ങളും 5 ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതിന്റെ മാനേജ്മെന്റിന്റെ എസൻസ് എന്ന് പറയുന്ന കോർഡിനേഷൻ എന്നൊരു ഫംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, കോർഡിനേഷൻ എന്താണ്? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. 5 എണ്ണമാണെങ്കിലും ഒരു ഫംഗ്ഷൻ കൂടി മാനേജ്മെന്റിന് ഉണ്ട്. അതാണ് കോർഡിനേഷൻ. ഏകോപനം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് യൂണിറ്റ് ഇൻ എൻ ഓർഗനൈസേഷൻ ഫോർ അച്ചീവിംഗ് ഗോൾസ്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ പറഞ്ഞു വൈവിധ്യമാർന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും മറ്റേ ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഉദാഹരണമായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൽപാദനം നടത്തിയാൽ മാത്രമേ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് സംഗതി മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ റോ മെറ്റീരിയൽസ് വാങ്ങിക്കൊടുക്കണം. ഇനി റോ മെറ്റീരിയൽസ് ആവശ്യമായ വാങ്ങണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ പണം വേണം. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്റർ ഡിപ്പെൻഡന്റ് ആയ ഈ ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് പ്രത്യേക നോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് എൻ എസൻസ് ഓഫ് മാനേജ്മെന്റ്. 1 വേർഡിന് സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് എൻ എസൻസ് ഡാഷ് ഈസ് എൻ എസൻസ് ഓഫ് മാനേജ്മെന്റ്. എന്നിട്ട് അടിയിൽ കൊടുക്കുന്നു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേഷൻ. ഇതെഴുതണം, കോർഡിനേഷൻ എന്ന് എഴുതണം. അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളണം. പലപ്പോഴും കാണുന്ന ചോദ്യമാണ്. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. ഇനി ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ കോർഡിനേഷൻ ഈസ് നെസസറി. ഒരു സ്ഥാപനം സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ കോർഡിനേഷൻ നിർബന്ധമാണ്. കോർഡിനേഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു സ്ഥാപനം സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. ഇനി ഇതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? 1, ഇന്റഗ്രേറ്റീവ് ഗ്രൂപ്പ് എഫേർട്ട്. ഇത് കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. മറ്റ് നേരത്തെ പറഞ്ഞ ഈ 5 ഫംഗ്ഷൻസും നമുക്ക് അടുത്ത പാഠങ്ങളായിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഇതൊരു പാഠമായിട്ട് പഠിക്കാനില്ല, അത് ഇവിടെ തന്നെയാണ്.
അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് ഇഫോർട്ട്. ഒരു സ്ഥാപനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പുകളെ എല്ലാം ഒരുമിപ്പിച്ച് അവരുടെ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെച്ചോളണം, ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് ഇഫോർട്ട്. ഇനി രണ്ടാമത്തത് എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. എന്താണ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ആ ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു നേരത്തെ നമ്മൾ പറഞ്ഞു മാരുതി കാറ് ഒരു മാസത്തിൽ 1000 കാറുകൾ നിർമ്മിക്കണമെന്നാണ് ആ കമ്പനിയുടെ ഗോള്. ആ 1000 കാറുകളും ഒരു മാസത്തിൽ കൃത്യമായിട്ട് നിർമ്മിക്കണമെങ്കിൽ ആ കമ്പനിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ഒരു യൂണിറ്റ് ആക്കി മാറ്റുന്ന, ഒറ്റ യൂണിറ്റ് ആക്കി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഐകമത്യ മഹാഫലം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കമ്പനിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ ഉറപ്പുവരുത്തുക എന്നത് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന് എന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഈ കോർഡിനേഷൻ എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. അപ്പം ഇന്ന് ഈ മാസം 1000 കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ കാർ ഉൽപ്പാദനം നടന്നു. അടുത്ത വർഷം വീണ്ടും ചെയ്യണം, അടുത്ത മാസം വീണ്ടും ചെയ്യണം, അതിൻ്റെ അടുത്ത മാസം വീണ്ടും ചെയ്യണം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും ചെയ്യണം, പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം വീണ്ടും ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇതൊരു വൺ ടൈം ഫംഗ്ഷൻ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് പെർവാസീവാണ്. പെർവാസീവ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് ഒരു പെർവാസീവാണ്, സർവ്വവ്യാപിയാണ്, ലോകത്തെവിടെയും അതുണ്ട്. അതുപോലെ തന്നെ ഈ കോർഡിനേഷൻ എന്ന് പറയുന്നതും പെർവാസീവാണ്. കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ ലെവലിലും എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ വേണം, മിഡിൽ ലെവൽ വേണം, ലോ ലെവൽ വേണം. ഈ എല്ലാ ലെവലിലും മാനേജ്മെന്റ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ നടക്കേണ്ടത് ആയിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു കോർഡിനേഷൻ ഈസ് എ പെർവാസീവ് എന്ന് പറയുന്നു. ഇനി നോക്കൂ, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. എല്ലാവിധ മാനേജേഴ്സും, മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ 3 ലെവല് പറഞ്ഞു. 3 ലെവലിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ടോപ്പ് ലെവലാണെങ്കിൽ MD മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുതൽ പ്രസിഡന്റ് മുതൽ ആളുകളൊക്കെ ഉണ്ട്. ഇവരുടെ ഉത്തരവാദിത്വമുണ്ട് കോർഡിനേഷൻ. അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്. ലോവർ ലെവൽ മാനേജേഴ്സ് ആയിട്ടുള്ള സൂപ്പർവൈസർ അടക്കമുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിലുമുള്ള, ഇപ്പം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണെങ്കിൽ താഴെയുള്ള എല്ലാ ആളുകളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഏറ്റവും താഴെ ഇരിക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ അതിന്റെ താഴെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാ മാനേജ്മെന്റിന്റെയും ഉത്തരവാദിത്വമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾ കോർഡിനേഷൻ ഇസ് നെസറി. ടോപ്പ് ലെവൽ കോർഡിനേറ്റ് മിഡിൽ ലെവൽ, ദേ വിൽ കോർഡിനേറ്റ് ലോ ലെവൽ. അപ്പോൾ ടോപ്പ് ലെവല് മിഡിൽ ലെവലിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, അവർ വീണ്ടും താഴെയുള്ള ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഇതൊരു ഡെലിബറേറ്റ് ഫംഗ്ഷനാണ്. നോക്കൂ, ഇറ്റ് ഈസ് നോട്ട് ആൻ അസംഷൻ ബേസ്ഡ് ഫംഗ്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടല്ല, അത് അങ്ങനെ അങ്ങ് സംഭവിക്കും. അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് അങ്ങ് നടന്നോളും. എല്ലാപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ റോ മെറ്റീരിയൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങ് വാങ്ങിക്കൊടുക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല ഇത്. ഇറ്റ് ഈസ് നോട്ട് ആൻ അസംഷൻ ബേസ്ഡ് ഫംഗ്ഷൻ. ഇതെന്താണ്? ബേസ്ഡ് ഓൺ റിയലിസ്റ്റിക് ഫാക്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പർച്ചേസ് നടന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. കൃത്യമായി പണം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ പർച്ചേസ് നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ റിയലിസ്റ്റിക് ആണ്, റിയൽ ആയിട്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആണ്, ഒരിക്കലും എന്തല്ല ഒരു അസംഷൻ അല്ലെ അസ്യൂം ചെയ്തുകൊണ്ടുള്ള ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോർഡിനേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാണ്.
ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി പറയുന്നു, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ അരുൺ പറയുന്നു, മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കോർഡിനേഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആവശ്യമില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ആ കുട്ടിയുടെ അഭിപ്രായം തികച്ചും തെറ്റാണ്. ഇറ്റ് ഇസ് ഇൻകറക്റ്റ്. അപ്പോൾ ഇൻകറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അടുത്ത് വരും. അപ്പോൾ അതിന് ഉത്തരമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും, ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് എന്നും പറയുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. അതിൽ ഒന്നാമത്തത്, ബിസിനസ് വളർന്നു വലുതാകണം. ബിസിനസ് തുടങ്ങിയ ആ ഒരു ലെവലിൽ നിന്നാൽ പോരാ, അതിനെന്തുണ്ടാവണം? ഗ്രോത്ത് ഇൻ സൈസ്. വളർന്നു വലുതാകുന്നതിനനുസരിച്ച് കോർഡിനേഷൻ സാധ്യത വർദ്ധിച്ച് വരികയാണ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഞാൻ വീണ്ടും പറയാൻ പോവാണ്. പല ഫംഗ്ഷൻ ഉണ്ടാകും. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്, ഫിനാൻസ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഫംഗ്ഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള പല ഫങ്ഷണൽ ഡിഫറൻസിയേഷനും ഒരു സ്ഥാപനത്തിലുണ്ടാകും. ആ ഫംഗ്ഷനുകളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താവശ്യമാണ്? കോർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് കൂടി കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ഇനി എഫിഷ്യൻസി, ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും കോർഡിനേഷൻ വേണം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സ്കൂളിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സയൻസ് ഡിപ്പാർട്ട്മെൻ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് മോശമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നു, അപ്പോൾ സ്കൂളിൻ്റെ റിസൾട്ട് കുറയില്ലേ? കൊമേഴ്സിൻ്റെ റിസൾട്ട് വർദ്ധിച്ചു, സയൻസിൻ്റെ റിസൾട്ട് വർദ്ധിച്ചു, പക്ഷേ ഹ്യൂമാനിറ്റീസ് പിന്നോട്ട് പോയാൽ ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ റിസൾട്ടിൽ മോശമല്ല വരുന്നത്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ 3 ഡിപ്പാർട്ട്മെൻറ്റെയും കോർഡിനേറ്റ് ചെയ്യാൻ അവിടുത്തെ പ്രിൻസിപ്പളിന് കഴിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആവശ്യമാണ്. അടുത്തായിട്ട് സ്പെഷ്യലൈസേഷനാണ്. എന്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? ഒരു റോളിംഗ് സ്റ്റോൺ ഗേദേഴ്സ് നോ മോസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉരുളുന്ന കല്ലിൽ പടരുന്ന പായൽ എന്ന് പറഞ്ഞാൽ, ഒരു കല്ല്, ഒരു പുഴ തുടങ്ങുന്നത് പലപ്പോഴും ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല്, ഒരു റഫായിട്ടുള്ള കല്ല് പുഴയിലൂടെ ഒഴുകി വരികയാണ്. ഇത് ഒഴുകി കുറേ കഴിയുമ്പോൾ അവസാനം അത് പുഴ എവിടെയാണോ ചെന്ന് ചേരുന്നത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ കല്ല് വളരെ മനോഹരമായ ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ശരിക്കും റോളിംഗ് സ്റ്റോൺ ഗേദേഴ്സ് നോ മോസ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പ്രൊഡക്ഷൻ മാനേജർ അടക്കമുള്ള ആളുകൾ അതിലെന്താവുകയാണ്? സ്പെഷ്യലൈസ്ഡ് ആവുകയാണ്. അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആവുകയാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ എക്സ്പെർട്ടായിട്ട് മാറും. ആ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓർമ്മയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എലമെൻറ്റ്സ് ഓഫ് കോർഡിനേഷൻ. ഒരു ഘടകങ്ങൾ, എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ. ഒരു കോർഡിനേഷൻ നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. അതാണ് എലമെൻറ്റ്സ് ഓഫ് കോർഡിനേഷൻ. ഒരു സ്ഥാപനത്തിൽ കോർഡിനേഷൻ നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ആ 3 കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് കോഓപ്പറേഷൻ കോർഡിനേഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. എലമെൻറ്റ്സ് ഓഫ് കോർഡിനേഷൻ പലപ്പോഴും പരീക്ഷയിൽ കാണുന്നതാണ്. 13 എണ്ണമാണ്. 1 ഇൻ്റഗ്രേഷനാണ്, 2 ബാലൻസിംഗ് ആണ്, 3 ടൈമിംഗ് ആണ്. ഇൻ്റഗ്രേഷൻ ആണ്, ബാലൻസിംഗ് ആണ്, 3 ടൈമിംഗ് ആണ്. ഈ 3ഉമാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമത് ഇൻ്റഗ്രേഷനാണ്. നോക്കൂ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വൈവിധ്യമായ പ്രവർത്തനങ്ങളെ ഒന്നായിട്ട് ഒരു ഒന്നാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ യൂണിഫിക്കേഷൻ ഓഫ് അൺറിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന പ്രവർത്തനവും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന പ്രവർത്തനവും എൻറ്റിയർലി ഡിഫറൻ്റ് ആണ്. ഇത് എൻറ്റിയർലി ഡിഫറൻ്റ് ആണെങ്കിലും ഇത് രണ്ടും കൂടി ഏകോപിപ്പിച്ച് പോയാൽ മാത്രമേ സ്ഥാപനത്തിൽ ലക്ഷ്യം നേടാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങളെ ഒന്നാക്കി മാറ്റുന്ന ഒരു കാര്യം കൂടിയാണിത്
അതുകൊണ്ടാണ് ഇതിന് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ബാലൻസിങ് ആണ്. എന്താണ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റിങ് ദ ആക്ടിവിറ്റീസ് എഫോർട്ട് ആൻഡ് ജോബ് ഓഫ് വൺ ഡിപ്പാർട്ട്മെന്റ് വിത്ത് ദാറ്റ് ഓഫ് അനദർ. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പോരായ്മ വരികയാണെങ്കിൽ അവിടെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് മറ്റേ ഡിപ്പാർട്ട്മെന്റ് കഴിയും. അപ്പം 5 ഡിപ്പാർട്ട്മെന്റുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പോരായ്മ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് അതിനെയും നേർവഴിക്ക് നയിക്കാനായിട്ട് കഴിയണം. അതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 5 ഡിപ്പാർട്ട്മെന്റുകളും ഒരേപോലെ നിന്നാൽ മാത്രമേ സ്ഥാപനത്തിന് ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സസ്. ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സസ് എന്താ? റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസ് പണമാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം ചേർന്ന് അവിടെ സ്റ്റാഫ് അടക്കമുള്ള വർക്കേഴ്സ് അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റുകളിലെ റിസോഴ്സുകളെ ഒക്കെ തന്നെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റോ മെറ്റീരിയൽ ഇവിടെ കുറവുണ്ടെങ്കിൽ അത് കുറവുണ്ടെന്ന് അറിയുന്നത് കോർഡിനേഷൻ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്പം പിറകോട്ട് പോയി ആവശ്യത്തിന് ഫണ്ട് ലഭിക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ കോർഡിനേഷൻ പ്രോസസ്സിലൂടെ അത് മനസ്സിലാക്കിയിട്ട് അത് സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവിടെ അതിന് ആവശ്യമായ പണം കിട്ടുന്ന തരത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളെ ഒരേ ബാലൻസ് ചെയ്തുകൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടാമത്തെ എലമെന്റ് ആണ്. ഇനി മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. നോക്കൂ, സെറ്റിംഗ് ടൈം ഷെഡ്യൂൾ ഫോർ ഈച്ച് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ മാരുതിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മാസം കൊണ്ട് 1000 കാറുകൾ ഉണ്ടാക്കണം. ആ 1000 കാർ ഉണ്ടാക്കുന്നത് കൃത്യമായ ഒരു മാസം കൊണ്ടായിരിക്കണം. ആ ഒരു മാസം കൊണ്ട് 1000 കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര കാലം കൊണ്ട് അത് വിറ്റഴിക്കണമെന്ന് നമ്മൾ ടൈം ഷെഡ്യൂൾ വെക്കും. ഇനി 1000 കാറുകൾ നിർമ്മിക്കണമെങ്കിൽ ഇത്ര സ്റ്റാഫിനെ നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ ടൈം ഷെഡ്യൂൾ, ഇത്ര ടൈമിനുള്ളിൽ സ്റ്റാഫിനെ നിയമിച്ചിരിക്കണം, ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് പണം ആവശ്യമുള്ളത് സംഘടിപ്പിച്ചിരിക്കണം. അപ്പം ഇങ്ങനെ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് ഓരോന്നിനും നമ്മൾ ടൈം സെറ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായ ടൈം സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി സാധ്യമാവുകയുള്ളൂ. അപ്പോൾ കോർഡിനേഷൻ്റെ എലമെന്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇനി ഇതാ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കോർഡിനേഷനും കോഓപ്പറേഷനും. ഇത് പലപ്പോഴും കുട്ടികൾക്ക് ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു സംഗതിയാണ്. കോർഡിനേഷനും കോഓപ്പറേഷനും തമ്മിൽ ഒന്ന് തന്നെയാണോ എന്ന് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. ഒരിക്കലല്ല. നോക്കൂ, കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഡെലിബറേറ്റ് എഫേർട്ടാണ് ബൈ എ മാനേജർ. ഒരു മാനേജർ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ. എന്നാൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വളണ്ടറി ആറ്റിറ്റ്യൂഡാണ്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അതൊരു വളണ്ടറി. എന്താ വളണ്ടറി? പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം, പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നും ചിന്തിക്കാതെ, അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടുമെന്നൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തനമാണ് വളണ്ടറി എന്ന് പറയുന്നത്. വളണ്ടിയേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ വളണ്ടറി ആയിട്ടുള്ള ഒരു മനോഭാവമാണ് ഈ ഒരു മനുഷ്യന്റെ സഹകരണ മനോഭാവം എന്ന് പറയുന്നത്. ഇനി കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഫുൾഫിൽഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു സംഗതി സാധ്യമാകണമെങ്കിൽ ഫോർമൽ റിലേഷനിലൂടെയും ഇൻഫോർമൽ റിലേഷനിലൂടെയും അത് സാധ്യമാകും. എന്നാൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻ. സഹകരണം എന്ന് പറയുന്നത് ഫോർമൽ റിലേഷനിലൂടെ വരുന്നതല്ല, അനൗദ്യോഗികമായ ഒരു ബന്ധത്തിലൂടെയാണ് നമ്മളൊരു സഹകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഇനി ത്രൂ കോഓപ്പറേഷൻ കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. വളരെ ശ്രദ്ധിച്ചോളണം. കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോർഡിനേഷൻ നടക്കും. സഹകരണ മനോഭാവം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും സഹകരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ സാധ്യമായി. അപ്പോൾ അതാണ് പറഞ്ഞത്, ത്രൂ കോഓപ്പറേഷൻ കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. എന്നാൽ ഫോർ കോഓപ്പറേഷൻ കോർഡിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. കോഓപ്പറേഷൻ എന്തിന്റെ ആവശ്യമില്ല? കോർഡിനേഷൻ ആവശ്യമില്ല. പക്ഷേ കോർഡിനേഷൻ എന്ത് ആവശ്യമുണ്ട്? കോഓപ്പറേഷൻ ആവശ്യമുണ്ട്. ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു 2 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ പരീക്ഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇത് ഇങ്ങനെയല്ല ശരിക്കും പഠിക്കേണ്ടത്, വിശദമായിട്ട് തന്നെ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 4 എപ്പിസോഡുകൾ ഇട്ടിട്ടുണ്ട്. ആ എപ്പിസോഡ്
കാണാൻ സമയമില്ലാത്ത കുട്ടികൾ ആരുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് വരിക. ഇനി ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, പരീക്ഷയ്ക്ക് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ റിവൈസ് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിൽ കിട്ടാവുന്ന മാർക്ക് പരമാവധി നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ, ഒരുപക്ഷെ അടുത്ത സമയം തന്നെ, അടുത്ത ചാപ്റ്ററിൻ്റെ ഇതുപോലുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം തന്നെ അടുത്തതും കാണുക. അപ്പം ഇതുമായിട്ട് എൻ്റെ ഈ ഒരു ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.